മൂന്നാം വയസ്സിൽ തുടങ്ങിയ അഭിനയം 20-ാം വയസ്സിൽ സൂപ്പർ സ്റ്റാർ. ഒറ്റ തീരുമാനത്തിൽ എല്ലാം തകർന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ബാലതാരങ്ങൾക്ക് പോലും ഒരുപക്ഷെ മുതിർന്നു കഴിയുമ്പോൾ ആ പ്രകടനം തുടരാൻ സാധിക്കണമെന്നില്ല. ഋഷി കപൂർ, നീതു സിംഗ്, കമൽ ഹാസൻ, ശ്രീദേവി തുടങ്ങി ചുരുക്കം ചിലർ പേർ മാത്രമാണ് ബാല്യത്തിലും യൗവനത്തിലും കുതിപ്പ് തുടർന്നത്. ഈ പേരുകൾക്കൊപ്പം ചേർക്കാവുന്ന മറ്റൊരു പേരുകൂടിയുണ്ട്. 90കളിൽ ബോളിവുഡിലെ മുൻനിര താരങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു നടി. എന്നാൽ ഇന്നത്തെ തലമുറയിൽ പലരും ഈ നടിയെ അറിയണമെന്നില്ല. കാരണം കഴിഞ്ഞ 15 വർഷത്തോളമായി അവർ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താണ്. 1977 പുറത്തിറങ്ങിയ കരം എന്ന ചിത്രത്തിലൂടെയാണ് ഊർമിള മറ്റോഡ്കർ സിനിമയിലെത്തുന്നത്. അന്ന് അവളുടെ പ്രായം 3 വയസ്സ് മാത്രമായിരുന്നു. നസീറുദ്ദീൻ ഷായും ഷബാന ആസ്മിയും അഭിനയിച്ച 1983 ഹിറ്റ് സിനിമയായ മസൂമിലെ 3 ബാലതാരങ്ങളിൽ ഒരാളായി ഊർമിള തിളങ്ങി. 1991 പുറത്തിറങ്ങിയ നരസിംഹ എന്ന ചിത്രത്തിലൂടെ ഊർമിള നായികയുടെ മേലങ്കി അണിഞ്ഞു. ചമത്കർ പോലെയുള്ള ചില ശരാശരി സെമി ഹിറ്റ് ചിത്രങ്ങളിലൂടെ അവൾ ഒരു താരമായി വളർന്നു. തൻ്റെ 20-ാം വയസ്സിൽ ഊർമിള ഒരു സൂപ്പർ സ്റ്റാറായി മാറിയിരുന്നു. 1995 ഊർമിള രാംഗോപാൽ വർമ്മയുടെ രംഗീലയിൽ അഭിനയിച്ചു. ആ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രമായിരുന്നു അത്. സിനിമയിലെ അത്യുഗ്രൻ പ്രകടനവും സ്ക്രീൻ പ്രസൻസും നൃത്തവും ഊർമിളയെ ഒറ്റ രാത്രി കൊണ്ട് സെക്സ് സിംബലാക്കി മാറ്റി. വ്യവസായത്തിലെ മുൻനിര താരങ്ങളിൽ ഒരാളായി മാറുകയായിരുന്നു അത്. ജുദായി, സത്യ, ഖൂബ്സൂറത്ത് തുടങ്ങിയ ഹിറ്റുകൾ അവളെ ഒരു സൂപ്പർ സ്റ്റാറാക്കി മാറ്റി. 2003 ഹൊറർ ത്രില്ലർ ഭൂതത്തിലെ അഭിനയത്തിന് അവർ ഏറെ പ്രശംസിക്കപ്പെട്ടു. എന്നാൽ ജീവിതത്തിലെ തെറ്റായ ഒരു തീരുമാനം അവളുടെ കരിയർ തന്നെ ഇല്ലാതാക്കുകയായിരുന്നു. 2000കളിൽ ഇറങ്ങിയ ഊർമിളയുടെ പല ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. ഏക് ഹസീന തീ പോലുള്ള നിരൂപക പ്രശംസ നേടിയ ചില സിനിമകൾ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നില്ലെങ്കിലും അവൾ ഇൻഡസ്ട്രിയിൽ തഴയപ്പെട്ടു. 2008 1980കളിലെ കൾട്ട് ക്ലാസിക് കാർസിന്റെ റീമേക്കായ കാർസിൽ അവൾ അഭിനയിച്ചു. ഹിമേഷ് രേഷ്മിയ, ശ്വേതകുമാർ, ഡിനോ മോറിയ, ഡാനി ഡെൻസോങ്പ എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നിരൂപണപരവും വാണിജ്യപരവുമായ സിനിമ പരാജയപ്പെട്ടു. ഇത് നടിയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണി എന്നാണ് പലരും വിശേഷിപ്പിച്ചത്. അതേ വർഷം തന്നെ അവളുടെ അവസാന ചിത്രമായ EMI റിലീസ് ചെയ്തു. ഈ സിനിമയ്ക്ക് ശേഷം അവൾ പൊതുധാരയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായി. പണം മാത്രം കണ്ട് മൂല്യമില്ലാത്ത വേഷങ്ങളും സിനിമകളും തിരഞ്ഞെടുത്തതാണ് ഊർമിളയുടെ പരാജയത്തിന് കാരണമെന്ന് പലരും പറയുന്നു. സിനിമകളിൽ നിന്ന് അപ്രത്യക്ഷമായെങ്കിലും അവർ TV റിയാലിറ്റി ഷോകളിലും മറ്റും വിധികർത്താവായി പ്രത്യക്ഷപ്പെട്ടു. ഒരു സിനിമയ്ക്ക് ലക്ഷങ്ങൾ പ്രതിഫലം പറ്റിയിരുന്ന നടിയാണ് മോശം തീരുമാനത്തെ തുടർന്ന് കരിയർ കുറിച്ചത്.